ഇറാനെതിരെയുള്ള ഉപരോധം കടുപ്പിച്ച അമേരിക്ക ഇറാൻ വിമാന കമ്പനികളുമായി സഹകരിക്കുന്നവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് US ട്രഷറി വകുപ്പ് അറിയിച്ചു. ഇറാനുമായി സഹകരിക്കുന്നില്ലെന്ന് വിദേശ രാജ്യങ്ങൾ ഉറപ്പാക്കണമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. റഷ്യൻ സന്ദർശനത്തിന് ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി വീണ്ടും പാകിസ്ഥാനിലെത്തി. ഇറാൻ സമർപ്പിച്ച സമാധാന നിർദ്ദേശങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. മധു കൊട്ടാരക്കരയുണ്ട് അമേരിക്കയിൽ നിന്നും. മധു, നിലവിൽ ഈ സമാധാന ശ്രമങ്ങൾ ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള ഇക്കാര്യത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് അമൽ, ക്രിസ്റ്റീന. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അധിനിവേശത്തെ ചെറുക്കുവാൻ റഷ്യയുടെ പിന്തുണ തേടിയിരിക്കുകയാണ്. ഇറാൻ സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ വ്ളാദിമിർ പുടിനുമായിട്ട് നടത്തിയ ചർച്ചയിൽ അമേരിക്കയുടെ നിലപാടുകളെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ സമാധാന നീക്കങ്ങൾക്ക് എല്ലാ പിന്തുണയും റഷ്യ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകളെക്കുറിച്ച് അറാഗ്ചി വിശദമായിട്ട് തന്നെ പുടിനെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ചർച്ചകളിലൊക്കെ പുരോഗതി ഇല്ല. അതിന്റെ കാരണം അമേരിക്കയുടെ നിലപാടുകളാണെന്നാണ് അറാഗ്ചി പറയുന്നത്. അതായത് അമേരിക്ക അനാവശ്യമായ നിബന്ധനകൾ വെക്കുന്നു, വാഗ്ദാനങ്ങൾ ലംഘിക്കുകയും ഇടയ്ക്കിടെ നിലപാടുകൾ മാറ്റുകയും ഒക്കെ ചെയ്യുന്നു. അതുകൂടാതെ ഭീഷണിയുടെ ഭാഷ ഉപയോഗിക്കുന്നു. ഇതൊക്കെ ചർച്ചകളെ പ്രതിസന്ധിയിലാക്കുന്നു എന്നാണ് പറയുന്നത്. അതേസമയം ഈ ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുന്നതിനായി ഇറാൻ മുന്നോട്ട് വെച്ച ഉപാധികൾ അമേരിക്ക തള്ളിയിരിക്കുകയാണ്. ഇറാന്റെ നിർദ്ദേശങ്ങൾ ഒന്നും അംഗീകരിക്കാനാവില്ലെന്നും അതുപോലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത പാതയിൽ ഒരു രാജ്യത്തിന്റെ മാത്രം നിയന്ത്രണം അനുവദിക്കില്ലെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് പറഞ്ഞിരിക്കുന്നത്. കടലെടുക്ക് തുറന്നു തരാമെന്ന് ഇറാൻ പറയുന്നത് അത് ഇറാന്റെ ഉപാധികൾക്ക് വിധേയമായി മാത്രമാണ്. ഇറാന്റെ അനുമതി വാങ്ങണം, അവർ പറയുന്നത് കേൾക്കണം, അല്ലെങ്കിൽ അവർ ആക്രമിക്കും. ഇത്തരം ഉപാധികൾ അംഗീകരിക്കാനാവില്ലെന്നാണ് റൂബിയോ പറയുന്നത്. അത് മാത്രമല്ല, അന്താരാഷ്ട്ര ജലപാതകളുടെ നിയന്ത്രണം ഇറാൻ പോലെ ഒരു രാജ്യം തീരുമാനിക്കുന്ന സാഹചര്യം ഒരിക്കലും അനുവദിക്കില്ലെന്നും പറയുന്നു. അതേസമയം ഇറാൻ നമുക്കറിയാം ഇന്നലെ സമർപ്പിച്ച നിർദ്ദേശങ്ങൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ദേശീയ സുരക്ഷാ ടീമുമായിട്ട് ചർച്ച ചെയ്ത് പരിശോധിച്ചു വരികയാണെന്ന് ഇന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാലിൻ ലെവിറ്റ് പറഞ്ഞത്. അതേസമയം നേരത്തെ അമൽ സൂചിപ്പിച്ചതുപോലെ ഇറാനെതിരെയുള്ള ഉപരോധം കടുപ്പിക്കുകയാണ് അമേരിക്ക. ഇറാൻ വിമാന കമ്പനികളുമായിട്ട് സഹകരിക്കുന്നവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് വിമാന ഇന്ധനം, കേറ്ററിംഗ് തുടങ്ങിയ മെയിൻ്റനൻസ് തുടങ്ങിയ എല്ലാ മേഖലയിലും ഏതെങ്കിലും രാജ്യങ്ങൾ ഇറാനുമായിട്ട് സഹകരിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് സ്കോട്ട് ബെസന്റ് പറഞ്ഞു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി വീണ്ടും പാകിസ്ഥാനിൽ എത്തിയിരിക്കുകയാണ്. ശ്രദ്ധിക്കണം, ഏതാണ്ട് 48 മണിക്കൂറിനുള്ളിൽ 3ാം തവണയാണ് അറാഗ്ചി വീണ്ടും ഈ മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ എത്തുന്നത്. കൃഷ്ണ, അമൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.